السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആയത്തുകളിലായി സിനയുടെ ഹദ്ദും ഖദ്ഫിൻ്റെ ഹദ്ദും അതുപോലെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ ഖദ്ഫ് പറഞ്ഞാലുള്ള ശിക്ഷയും അതിൻ്റെ ഗൗരവങ്ങളും എല്ലാമാണ് നമ്മൾ പറഞ്ഞത്. ഫാഹിഷത്തുകളുമായി ബന്ധപ്പെട്ട അശ്ലീല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിലക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അല്ലാഹു തആല പറയുന്നത്, സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലറിലേക്ക് ചേർത്തുന്ന, സ്ത്രീകളും പുരുഷന്മാരും അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കാണാനും ഇടപഴകാനും സാധ്യതയുള്ള സാഹചര്യങ്ങളെ അല്ലാഹു തആല വിലക്കുകയാണ്. സുന്ദരമായ സംസ്കാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും മുന്തിയ സംസ്കാരമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذي لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ച ആളുകളെ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, അന്യരുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, ബുയൂതൻ, ചില വീടുകളിലേക്ക്.
എങ്ങനത്തെ വീടുകൾ? റൂമുകൾ. ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. നിങ്ങളുടെ സ്വന്തം വീടുകളാവാം, നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടുകളാവാം. വാടകയ്ക്കെടുത്ത വീടൊക്കെ നിങ്ങളെ വീടുകൾ തന്നെ എന്ന് പറയാം. നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടുകളല്ലാത്ത മറ്റ് വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തനിസു ഐ തസ്തദിനു, നിങ്ങൾ സമ്മതം തേടുന്നത് വരെ, ആ വീട്ടുകാരനോട് സമ്മതം തേടുന്നത് വരെ ആ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. വതുസല്ലിമു അലാ അഹ്ലിഹ, ആ വീട്ടുകാരുടെ മേൽ നിങ്ങൾ സലാം പറയുന്നത് വരെയും നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ഇന്നിപ്പോ കോളിംഗ് ബെല്ലാണ്. ഇസ്ലാമിന്റെ കോളിംഗ് ബെല്ല് സലാം പറയലാണല്ലോ. അപ്പൊ ഒരു വീട്ടിലേക്ക്, മറ്റൊരാളുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഹദീസിൽ വന്നത് മുഫസ്സിർ റഹ്മഹുല്ലാഹ് വിവരിക്കുന്നു, ഫയഖൂലുൽ വാഹിദു, നിങ്ങളിൽപ്പെട്ട ഒരുത്തൻ പറയണം, അസ്സലാമു അലൈക്കും അദ്ഖുൽ, വീട്ടുകാരോട് സലാം പറയാ, അസ്സലാമു അലൈക്കും അദ്ഖുലു, ഞാൻ പ്രവേശിക്കട്ടെ, ഞാൻ വീട്ടിലേക്ക് കയറട്ടെ എന്നവൻ പറയണം. കമാ വറദ ഫി ഹദീസിൻ, ഇങ്ങനെ പറയണമെന്ന് ഹദീസിൽ വാരിദായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ദാലിക്കും, ഇതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായതും പ്രതിഫലാർഹമായതും നല്ലതും. എന്തിനേക്കാൾ? മിനദ്ദുഖൂലി ബിഗൈരി ഇസ്തിഅ്ദാനിൻ, സമ്മതം ചോദിക്കാതെ മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാളും ഉത്തമമായതും ഖൈറായതും നിങ്ങൾക്ക് ഇങ്ങനെ സമ്മതം ചോദിച്ച് സലാം പറഞ്ഞ് സമ്മതം കിട്ടിയതിന് ശേഷം പ്രവേശിക്കലാണ്. എന്തിന്? ലഅല്ലക്കും തദക്കറൂന, നിങ്ങളായേക്കാം. തദക്കറൂന തദക്കറൂന, രണ്ട് ഖിറാഅത്തുണ്ട്. ബി ഇദ്ഗാമി താഇ സാനിയ തതദക്കറൂന എന്നായിരുന്നു അസ്ല്. അതിലെ രണ്ടാമത്തെ താഇനെ ഇദ്ഗാം ചെയ്തു ഫി ദാലി, ദാലിൽ ഇദ്ഗാം ചെയ്തു. തതദ എന്ന ദാലിൽ രണ്ടാമത്തെ താഇനെ ഇദ്ഗാം ചെയ്തപ്പോൾ തദക്കറു. ലഅല്ലക്കും, നിങ്ങളായേക്കാം, നിങ്ങളാകാൻ വേണ്ടി. തദക്കറൂന ഖൈരിയതഹു, നിങ്ങളായേക്കാം. ഇതാണ് ഖൈർ, ഇതിന്റെ ഖൈരിയത്തിന്, ഇത് ഖൈറാണെന്നതിനെ നിങ്ങൾ മനസ്സിലാക്കുന്നവരായേക്കാം, ചിന്തിക്കുന്നവരായേക്കാം. ഫതഅമലൂന, അങ്ങനെ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായേക്കാം. അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇത് വിവരിച്ചു തരുന്നത്. അപ്പോൾ മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും സംസ്കാരവുമാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ വീട്ടുകാരനോട് സലാം പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിക്കണം. അങ്ങനെ സമ്മതം ചോദിച്ച് സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവേശിക്കാം. ഫഇല്ലം തജിദു ഫീഹാ അഹദൻ, ഇനി നിങ്ങൾ സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ടും ആ വീടിന്റെ അകത്ത് നിന്ന് മറുപടികളൊന്നും ലഭിക്കുന്നില്ല. ഫഇല്ലം തജിദു, നിങ്ങൾ എത്തിച്ചില്ല എങ്കിൽ, ഫീഹ, ആ വീടുകളിൽ നിങ്ങൾ എത്തിച്ചില്ല എങ്കിൽ, അഹദൻ യഅ്ദനു ലക്കും, നിങ്ങൾക്ക് സമ്മതം തരുന്ന ഒരുത്തനെയും നിങ്ങൾ ആ വീട്ടിലെത്തിച്ചില്ല, നിങ്ങൾക്ക് റീപ്ലേ ഒന്നും കിട്ടുന്നില്ല. ഒന്നുകിൽ സമ്മതം തരുന്ന ആളുകളെ എത്തിച്ചില്ല എന്നാ ഖുർആൻ പറയുന്നത്. അഹദൻ യഅ്ദനു ലക്കും, മുഫസ്സിർ റഹ്മത്തുള്ളാഹി എടുത്തു, സമ്മതം തരുന്ന ആളുകളെ നിങ്ങൾ ആ വീട്ടിലെത്തിച്ചില്ല, വീട്ടിൽ കാണുന്നില്ല. ഉണ്ടായിട്ട് സമ്മതം തരാതിരുന്നാലും സമ്മതം തരുന്ന ആളുകളില്ല എന്ന് പറയാം, അല്ലെങ്കിൽ തീരെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ സമ്മതം തരുന്ന ആളുകളൊന്നും അവിടെ ഇല്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹ, നിങ്ങൾ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് സമ്മതം നൽകപ്പെടുന്നത് വരെ നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല. വഇൻ ഖീല ലക്കും, ഇനി നിങ്ങളോട് പറയപ്പെട്ടാൽ, ബഅദൽ ഇസ്തിഅ്ദാൻ, നിങ്ങൾ സമ്മതം ചോദിച്ചതിന് ശേഷം നിങ്ങളോട് പറയപ്പെട്ടു, നിങ്ങൾക്ക് പ്രതികരണം ലഭിക്കപ്പെട്ടു, ഇർജിഉ, നിങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോവണം, ഇർജിഉ, മടങ്ങിപ്പോകൂ എന്നാണ് നിങ്ങൾക്ക് പ്രതികരണം ലഭിക്കപ്പെട്ടത്. നിങ്ങളോട് പ്രതികരിക്കപ്പെട്ടത് മടങ്ങിപ്പോവാനാണ്, വീട്ടിലേക്ക് കയറി വരാൻ സമ്മതം തന്നൊക്കെയല്ല എങ്കിൽ ഫർജിഉ, നിങ്ങൾ മടങ്ങിപ്പോവണം, ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ഹുവ, ഈ മടങ്ങിപ്പോവലാണ് അസ്കാലക്കും ഐ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈർ മിനൽ ഖുഊദി അലൽ ബാബ്, ആ വീടിന്റെ വാതിലിക്കൽ ഇരിക്കുന്നതിനേക്കാളും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈർ മടങ്ങിപ്പോവലാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? മിനദ്ദുഖൂലി ബിഇദ്നിൻ വഗൈരി ഇദ്നിൻ, സമ്മതത്തോടുകൂടെ പ്രവേശിക്കുന്നതും സമ്മതമില്ലാതെ അതിക്രമിച്ച് പ്രവേശിക്കുന്നതും എല്ലാം അലീമുൻ, ശരിക്കറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഫയുജാസിക്കും,
ആ റബ്ബ് നിങ്ങൾക്ക് അർഹിക്കുന്ന ജസ നൽകുന്നതുമാണ്. അലൈഹി, നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനത്തിനിക്ക് അർഹിക്കുന്ന ജസ അല്ലാഹു തആല നൽകുന്നതാണ്. ലൈസ അലൈക്കും, എന്നാൽ നിങ്ങൾക്ക് കുറ്റമില്ല. ലൈസ അലൈക്കും ജുനാഹുൻ, ലൈസ അലൈക്കും നിങ്ങളുടെ മേലില്ല, ജുനാഹുൻ കുറ്റമില്ല, തെറ്റില്ല, അൻ തദ്ഖുലു നിങ്ങൾ പ്രവേശിക്കൽ കുറ്റമല്ല. ബുയൂത്തൻ ചില വീടുകളിലേക്ക് പ്രവേശിക്കുക. എങ്ങനത്തെ വീടുകൾ? ഗൈറ മസ്കൂനത്തിൻ ആൾതാമസമില്ലാത്ത വീടുകൾ, ആൾതാമസമില്ലാത്ത വീടുകളാണ്. മാത്രമല്ല ഫീഹ മതാഉല്ലക്കും ഐ മൻഫഅത്തുല്ലക്കും, ആ വീടുകളിൽ പ്രവേശിക്കേണ്ട ആവശ്യവും കാര്യവും നിങ്ങൾക്കുണ്ട് താനും. അങ്ങനെയുള്ള ആൾതാമസമില്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല. എന്താണ് മൻഫഅത്ത്? ബിസ്തിക്നാനിൻ വഗൈരിഹി, ബിസ്തിക്നാനിൻ നിങ്ങൾ വെയിലിനെ തൊട്ടോ അല്ലെങ്കിൽ മഴയെ തൊട്ടോ അഭയം തേടുക, അതിനെ തൊട്ട് മറയുക, അഥവാ വെയിൽ കൊള്ളാതിരിക്കാൻ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കയറാം. പക്ഷേ ഇത് വയറ മസ്കൂനത്തിൻ ആരും താമസിക്കുന്ന വീടാവരുത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ അർത്ഥം പറയാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ വീട്ടിൽ അന്യപുരുഷന്മാരും മറ്റുള്ള ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തലമുടിയൊക്കെ തുറന്നിട്ട് തലയൊന്നും മറക്കാതെ നമ്മൾ സാധാരണ വീട്ടിൽ സ്ത്രീകളൊക്കെ ധരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടാണ് ഞാൻ പെരുമാറാറുള്ളത്. ആ സമയത്ത് ആരെങ്കിലും വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന് അവരെന്നെ ആ ഒരു അവസ്ഥയിൽ കാണുന്നത് എനിക്ക് വിഷമമാണ് എന്നൊക്കെ നബി തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആയത്തിറങ്ങുന്നത്. ഏതൊരാളും മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാരനോട് സമ്മതം ചോദിക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുകയാണ്, നബിയെ, ഷാമിലേക്കും മറ്റുമൊക്കെയുള്ള ഞങ്ങളുടെ യാത്രയിൽ വഴിയരികിൽ ധാരാളം ഖാനകളും മുസാഫിർ ഖാനകളും അതുപോലെ വഴിയമ്പലങ്ങളും സത്രങ്ങളും പൊതു വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതൊന്നും ഞങ്ങളുടേതല്ല, അവിടെയൊക്കെ കയറാൻ പറ്റുമോ എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചപ്പോൾ ആ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ് ഈ ആയത്ത്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലു ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫീഹാ മതാഉൻ ലക്കും ബിസ്തിക്നാനിൻ വഗൈരിഹി, നിങ്ങൾ റെസ്റ്റ് എടുക്കാനോ മഴയിൽ നിന്ന് ശമനം കിട്ടാനോ അല്ലെങ്കിൽ വെയിലിൽ നിന്ന് ആശ്വാസം ലഭിക്കാനോ വേണ്ടിയിട്ടോ വഗൈരിഹി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അങ്ങനത്തെ മൻഫഅത്തുകളുള്ള ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതല്ലാത്ത, അതാ വയറ മസ്കൂനത്തോണ്ട് ഉദ്ദേശം, വീടുകളിലും കെട്ടിടങ്ങളിലും പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല. കബുയൂത്തി റുബത്തി, വഴിയമ്പലങ്ങളുടെ റൂമുകൾ, വീടുകളെ പോലെ. വൽ ഖാനാത്തിൽ മുസബ്ബല, പൊതു ഖാനകൾ, മുസാഫിർ ഖാനകളെ പോലെ, വിശ്രമ കേന്ദ്രങ്ങളെ പോലെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അതൊരു പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടല്ല, പൊതുവായിട്ടുള്ളതാണ്. അവിടെയൊന്നും കയറാൻ ആരുടെയും സമ്മതം വേണ്ട. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയുന്നുണ്ട്. ഈ ഒരു ബോധം നിങ്ങൾക്ക് എപ്പോഴും വേണം. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നവനാണ്. മാ തുബ്ദൂന മാ തുൽഹിറൂന, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും വമാ തക്തുമൂന, നിങ്ങൾ മറച്ചു വെക്കുന്നതും, നിങ്ങൾ പരസ്യപ്പെടുത്തുന്നതും, തുഖ്ഫൂന നിങ്ങൾ രഹസ്യപ്പെടുത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അല്ലാഹുവിനിക്കറിയാം. ഫീ ദുഖൂലി ഗൈരി ബുയൂത്തിക്കും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റു വീടുകളിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ മറച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനിക്കറിയാം. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചു വെക്കുന്നതും മിൻ ഖസ്ദി സ്വലാഹിൻ, നന്മ ഉദ്ദേശിച്ചിട്ടാണോ, ഔ ഗൈരിഹി തിന്മ ഉദ്ദേശിച്ചിട്ടാണോ, ദുരുദ്ദേശത്തോടു കൂടെ കയറി ചെല്ലുകയാണോ എന്നതൊക്കെ അല്ലാഹുവിനിക്കറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനനുസരിച്ച് നിങ്ങളോട് പെരുമാറും. ഇവിടെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അന്യ വീട്, നമ്മുടെ വീടല്ലാത്ത വീട്, അതൊരു പക്ഷേ നമ്മുടെ കുടുംബങ്ങളുടെ വീടാവാം, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കാതെ സലാം പറയാതെ കയറി ചെല്ലുകയാണെങ്കിൽ നേരത്തെ ആ സ്വഹാബി വനിത പറഞ്ഞ പോലെ ആ വീട്ടിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത അജ്നബിയത്തായ സ്ത്രീകളുണ്ടാവും. സ്വന്തം എളാപ്പാന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മൂത്താപ്പാന്റെ വീട്ടിലേക്ക്, ഉദാഹരണം പറയാ, അല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടിലേക്ക് നമ്മൾ സമ്മതമില്ലാതെ കയറി ചെല്ലുമ്പോൾ അവിടെ അമ്മാവന്റെ ഭാര്യ, അമ്മായി ഉണ്ടാവും.
മൂത്താപ്പയുടെ എളാപ്പയുടെ ഭാര്യ ഇളയമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ മൂത്തമ്മ ഉണ്ടാവും, അവരുടെ പെൺമക്കളുണ്ടാവും. അവരൊന്നും അവരുടെ വീട്ടിലാവുമ്പോൾ ജോലിയുടെ സമയത്തൊക്കെ ധരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുണ്ടാവുകയുള്ളൂ. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കയറി ചെന്നാൽ നമ്മൾ ഹറാമായ പലതും കാണേണ്ടി വരും. അത് അവർക്ക് വിഷമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ഹറാമിലകപ്പെടേണ്ടി വരും. ഒരു പക്ഷേ ഉറങ്ങുകയായിരിക്കും വീട്ടുകാർ, അതല്ലെങ്കിൽ കുഞ്ഞിനെ താലോലിക്കുകയായിരിക്കും, കുഞ്ഞിനിക്ക് പാൽ കൊടുക്കുകയായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ധാരാളം വീടുകളിൽ നടക്കുന്നതാണല്ലോ. വീടുകളിലാണല്ലോ ഇതെല്ലാം നടക്കുക. അവിടേക്ക് നമ്മൾ സമ്മതമില്ലാതെ കയറി ചെന്നാൽ അത് ആ വീട്ടുകാർക്ക് പ്രയാസമാണ്, അതോടൊപ്പം വിലക്കപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അജ്നബിയത്തായ സ്ത്രീകളുമായിട്ട് കൂടിക്കലരലും അന്യ സ്ത്രീകളെ കാണലും നോക്കലൊക്കെ അവിടെ വരും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പൊതു ഖാനകളും ആശ്രമങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കയറുന്നതിന് കുഴപ്പവുമില്ല. ശേഷം പറയുന്നുണ്ട്, അന്നഹും ഇദാ ദഖലു ബുയൂതഹും യുസല്ലിമുന അലാ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾ ഇദാ ദഖലു ബുയൂതഹും, അവരെ സ്വന്തം വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ യുസല്ലിമുന അലാ അൻഫുസിഹിം, അവരുടെ മേൽ സലാം പറയണം എന്നുള്ള ആയത്ത്, ഈ ആശയം അറിയിക്കുന്ന ആയത്ത് ഈ സൂറത്തിന്റെ അവസാനത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പോലും സലാം പറയണം. അതാണ് അതിന്റെ മര്യാദ. സ്വന്തം ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ എങ്കിൽ പോലും സലാം പറയണം, വരുന്നുണ്ട് എന്ന വിവരം അറിയിക്കണം. കാരണം ഭർത്താവില്ലല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പോ അവൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടാവില്ല, വൃത്തിഹീനമായ സാഹചര്യത്തിലായിരിക്കും, അടുക്കളയിലെ ജോലിയിലും മറ്റൊക്കെ വ്യാപൃതയായിട്ട് വൃത്തിഹീനമായ സാഹചര്യത്തിലായിരിക്കും. ആ സാഹചര്യത്തിൽ തന്റെ ഭർത്താവ് തന്നെ കാണുന്നത് ഒരു പക്ഷേ മാനസികമായിട്ട് അവൾക്ക് വിഷമമുണ്ടാക്കും. അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളെ കൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാവരുത്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് സലാം പറയാ. അതിർവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ, ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാറല്ല പതിവ്, പള്ളിയിൽ വരും. പള്ളിയിൽ നബി തങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം വിവരങ്ങളൊക്കെ അറിയും. പള്ളിക്ക് ചാരിയിട്ട് തന്നെയാണ് നബി തങ്ങളുടെ മണവാട്ടിമാരുടെ വീടുകളെല്ലാം. ആദ്യം പള്ളിയിലേക്കാണ് പ്രവേശിക്കുക, റൂമിലേക്കല്ല പ്രവേശിക്കുക. അപ്പോഴേക്ക് അവർക്ക് വൃത്തിയാവാനും ഒരുങ്ങാനും തയ്യാറാവാനും ഒക്കെ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവും. നല്ലൊരു സംസ്കാരമാണിത്. മാത്രമല്ല, നമ്മുടെ വിശുദ്ധമായ ദീന് നമ്മെ പഠിപ്പിക്കുന്ന സംസ്കാരം, നമ്മളൊരു വീട്ടിലേക്ക് പോയിട്ട് ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ച് സലാം പറഞ്ഞ്, ആദ്യം സലാം പറയണം, പിന്നെ സമ്മതം ചോദിക്കണം. ഇങ്ങനെയാണ് പ്രബലമായ അഭിപ്രായം. സലാം പറഞ്ഞ് സമ്മതം ചോദിക്കുക. സമ്മതം ചോദിച്ച് വാതിലിന് അഭിമുഖമായിട്ട്, കതകിന് അഭിമുഖമായിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണം. കാരണം ആ വീട്ടുകാരി വാതിൽ തുറക്കുമ്പോഴേക്ക് നമ്മുടെ ദൃഷ്ടി അവരുടെ ശരീരത്തിൽ പതിയരുത്. ആരാണ് വന്നത് എന്നവര് അറിയാതെ ചിലപ്പോൾ തുറക്കും. നമ്മളെ ബന്ധുക്കളോ മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും ആണ് എന്ന പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ വാതിൽ തുറക്കുക. അന്യ ഒരാളെ കാണുമ്പോൾ അതും ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യം വെച്ച് പറയുകയാണ്, ഈ സാഹചര്യം ഈ സംസ്കാരവുമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മുന്തിയ സംസ്കാരം. ഇന്നിപ്പോ സലാം പറയുന്ന രീതിയൊക്കെ എടുത്തുപോയി. സമ്മതം ചോദിക്കുന്നത് വാക്ക് കൊണ്ടല്ല, ബെല്ല് കൊണ്ടാണ്. അങ്ങനെ ബെല്ലടിച്ചിട്ട് ഡോറിന് മുമ്പിൽ തന്നെ നിൽക്കാതെ അല്പം മാറി നിൽക്കുക. ഇതൊക്കെ ചെയ്യണം. ഇനി അല്ലാഹു തആല പറയുന്നത് ഇത് തന്നെയാണ്, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം കാണുന്നതിനെ പറ്റിയിട്ടൊക്കെ. ഖുൽ, നബിയെ അങ്ങ് പറയണം, ലിൽ മുഅ്മിനീന, വിശ്വാസികളായ ആളുകളോട് നിങ്ങൾ പറയണം, യഉല്ലൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകളെ ചിമ്മണം, കണ്ണടക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ കണ്ണുകൾ ചിമ്മും. അമ്മാ ലാ യഹില്ലു ലഹും നദ്റുഹു, എന്തിനെ തൊട്ട് കണ്ണുകളെ താഴ്ത്തിക്കളയണം. താഴ്ത്തുക, കണ്ണിനെ ചിമ്മിക്കളയുക, കൺപോള താഴ്ത്തുക എന്നൊക്കെയാണ് വല്ലുൽ ബസർ എന്ന് പറഞ്ഞാൽ അർത്ഥം. മിൻ അബ്സ്വാരിഹിം മിൻ സായിദത്തുൻ,
അപ്പോ കണ്ണുകൾ ചിമ്മണം. അമ്മ അഥവാ നോക്കരുത് എന്നർത്ഥം. അമ്മ ലാ യഹില്ലു ലഹും നദ്റുഹു, അമ്മ ഒന്നിനെ തൊട്ട് കണ്ണ് താഴ്ത്തിക്കളയണം, ചിമ്മിക്കളയണം. ലാ യഹില്ലു ലഹും, ആ മുഅ്മിനീങ്ങൾക്ക് അനുവദനീയമല്ല, നദ്റുഹു, ആ ഒന്നിനെ നോക്കൽ. അപ്പൊ കാണാൻ പറ്റാത്ത, നോക്കാൻ പറ്റാത്ത ഒന്നിനെ തൊട്ട് കണ്ണിനെ ചിമ്മണം എന്ന് നിങ്ങൾ മുഅ്മിനീങ്ങളോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിമ്മും. വയഹ്ഫളൂ ഫുറൂജഹും, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ, ലൈംഗികാവയവങ്ങളെ കാക്കണം, സംരക്ഷിക്കണം എന്നും പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അശ്ലീല പ്രവർത്തനങ്ങളെ തൊട്ട് അമ്മ ലാ യഹില്ലു ലഹും ഫിഅലുഹു ബിഹാ, അമ്മ ഒന്നിനെ തൊട്ട് അവര് ഫർജുകളെ സംരക്ഷിക്കും. എങ്ങനത്തെ ഒന്ന്? ലാ യഹില്ലു ലഹും, അവർക്ക് അനുവദനീയമല്ല, ഫിഅലുഹു, അവർ ചെയ്യൽ, ബിഹാ, ആ അവയവങ്ങളെ കൊണ്ട്. ഫർജുകളെ കൊണ്ട് ചെയ്യൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ ആ കാര്യങ്ങളെ തൊട്ടൊക്കെ അവര് അവരുടെ ഫർജുകളെ സംരക്ഷിക്കും. ദാലിക അസ്കാ ലഹും, ഇതാണ് അവർക്ക് ഖൈർ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കാണാൻ പറ്റാത്തതിലേക്ക് നോക്കാതിരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ലൈംഗികാവയവങ്ങളെ കൊണ്ട് ചെയ്യാതിരിക്കലുമാണ് ഖൈർ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, ഇതൊക്കെ അവര് നോക്കാതിരിക്കുക, ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുക, ഇതാണ് അവർക്ക് ഖൈർ. കാരണം ഇതിന് വിരുദ്ധമായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അറിഞ്ഞ് അതിന് ശിക്ഷിക്കും. ഈ പറഞ്ഞതുപോലെ അവർ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതും അല്ലാഹു തആല ശരിക്കറിയും, അതിനർഹമായ ജസയും നൽകും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ഖബീറുൻ, ഉള്ളുകള്ളി അറിയുന്നവനാണ്. ലാഹിർ അറിയുന്നവൻ മാത്രമല്ല, പ്രത്യക്ഷത്തിലുള്ളത് അറിയുന്നവൻ മാത്രമല്ല, ബാത്തിനും അറിയുന്നവനാണ്. ഖബീറുൻ ബിമാ യസ്നഊന, ആ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉള്ളുകള്ളി അറിയുന്നവനാണ്. ബിൽ അബ്സ്വാരി, കണ്ണുകളെ കൊണ്ടും, വൽ ഫുറൂജി, ഫർജുകളെ കൊണ്ടും അവര് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉള്ളുകള്ളി ശരിക്ക്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും, ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള മനോനില പോലും ശരിക്കറിയുന്നവനാണ് അല്ലാഹു തആല. ഫയുജാസിഹിം അലൈഹി, ആ പ്രവർത്തനങ്ങളുടെ മേൽ അല്ലാഹു തആല അവർക്ക് ജസ നൽകും. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് പുരുഷന്മാര് കാണാൻ പറ്റാത്തതിലേക്ക്, നോക്കാൻ പറ്റാത്തതിലേക്ക് നോക്കാതിരിക്കണം എന്ന് നിങ്ങൾ പറയണം. പുരുഷന്മാര് നോക്കരുത്. അപ്പോൾ പുരുഷന്മാര് അന്യ സ്ത്രീകളിലേക്ക്, അന്യ പുരുഷന്മാരുടെ ഔറത്തുകളിലേക്ക് ഇതൊന്നും നോക്കാൻ പാടില്ല. വഖുൽ, നബിയെ അങ്ങ് പറയണം, ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ സ്ത്രീകളോട്, മുഅ്മിനാത്തുകളോട് അങ്ങ് പറയണം, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, യഗ്ളുദ്ന, അവർ ചിമ്മണം, മിൻ അബ്സ്വാരിഹിന്ന, ഇവിടെ മിൻ സായിദ, അവരുടെ കണ്ണുകളെ അവരും താഴ്ത്തണം. അമ്മാ ലാ യഹില്ലു ലഹുന്ന നദ്റുഹു, നോക്കൽ അനുവദനീയമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടൊക്കെ ആ സഹോദരിമാരും മുഅ്മിനത്തുകളായ സ്ത്രീകളും അവരുടെ കണ്ണ് ചിമ്മണം, കണ്ണിനെ താഴ്ത്തണം. വയഹ്ഫളന, ആ സ്ത്രീകളും സംരക്ഷിക്കണം. ഫുറൂജഹുന്ന, അവരുടെ ഫർജുകളെ, ഗുഹ്യസ്ഥാനങ്ങളെ. അമ്മാ ലാ യഹില്ലു ലഹുന്ന ഫിഅലുഹു, അമ്മ ഒരു പ്രവർത്തനങ്ങളെ തൊട്ട്, ഒരു അശ്ലീല പ്രവർത്തനങ്ങളെ തൊട്ട്, ലാ യഹില്ലു ലഹുന്ന, ആ സ്ത്രീകൾക്ക് അനുവദനീയമായ അല്ല, ഫിഅലുഹു, ആ കാര്യങ്ങൾ ചെയ്യൽ, ബിഹാ, ഈ ഫർജുകളെ കൊണ്ട്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർക്ക് കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ നോക്കരുത്. അവരുടെ ലൈംഗികാവയവങ്ങളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത വ്യഭിചാരങ്ങള്, സ്വയംഭോഗങ്ങള്, സ്വവർഗഭോഗങ്ങള്, ഇതെല്ലാം വിലക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇത്യാദി പ്രവർത്തനങ്ങളെ തൊട്ടെല്ലാം അവരവരുടെ ഫർജുകളെ കാക്കുകയും ചെയ്യട്ടെ. അങ്ങിങ്ങനെ പറയണം അവരോട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതെല്ലാം ചെയ്യും. ഇവിടെ ഈ ആയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, സ്ത്രീകളുടെ കണ്ണുകളും താഴ്ത്തണം. സ്ത്രീകൾക്കും നോക്കാൻ പാടില്ലാത്തതിലേക്ക് നോക്കൽ അനുവദനീയമല്ല. ഇന്ന് പൊതുവെയുള്ള ഒരു ധാരണ, സ്ത്രീകൾ പുറത്തിറങ്ങി പോകുമ്പോൾ ബുർഖയും മറ്റൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണ് മാത്രമേ പുറത്ത് കാണുള്ളൂ. ഇങ്ങനെ ശരീരം മൊത്തം മറച്ചു കഴിഞ്ഞാൽ വെളിയിലിറങ്ങി പോവാം. അങ്ങനെ, കാരണം പുരുഷന്മാരാരും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണുന്നില്ലല്ലോ എന്നൊരു ധാരണയാണ്. എന്നിട്ടോ ഇവർ കണ്ണുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും കാണും, നോക്കുകയും ചെയ്യും.
പുരുഷന്മാര് സ്ത്രീകളെ നോക്കൽ, അന്യ സ്ത്രീകളെ നോക്കൽ നിഷിദ്ധമായതുപോലെ തന്നെ സ്ത്രീകള് അന്യ പുരുഷന്മാരെ നോക്കലും ഹറാമ് തന്നെയാണ്. രണ്ടുപേരും ഹറാമിന്റെ വിഷയത്തിൽ ഈക്വലാണ്. പുരുഷന്മാർ സ്ത്രീകളെ നോക്കൽ മാത്രമല്ല, സ്ത്രീകൾ പുരുഷന്മാരെ നോക്കലും ഹറാമ് തന്നെയാണ്. അതാ യഉളുന മിൻ അബ്സാരിഹിന്ന, യഉളു മിൻ അബ്സാരിഹിം, രണ്ടു കൂട്ടരും കണ്ണടക്കണം. അന്യ സ്ത്രീകളെ പുരുഷന്മാരും അന്യ പുരുഷന്മാരെ സ്ത്രീകളും കാണാൻ പാടില്ല. ഇത് എന്തിന്റെ പേരിലാണെങ്കിലും കാണാൻ പാടില്ല. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമേ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം കാണുന്നത് ശറഅ് അനുവദിച്ചിട്ടുള്ളൂ. ഇടപാടുകളുടെ സമയത്ത്, കോടതി വിഷയങ്ങൾക്ക്, ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ മാത്രം. അല്ലാത്ത സമയങ്ങളിലൊന്നും കാണാൻ പാടില്ല. അങ്ങോട്ടും കാണാൻ പാടില്ല, ഇങ്ങോട്ടും കാണാൻ പാടില്ല. അതിന് ഇൽമു പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, നമ്മുടെ ഉസ്താദല്ലേ, എൻ്റെ ഉസ്താദല്ലേ, ഉസ്താദിനെ നോക്കാം, ഉസ്താദിനെ എന്നെയും നോക്കാം. ഇതൊന്നും അനുവദനീയമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാൻ പാടില്ല. ശബ്ദം കേൾക്കുന്നതിന് കുഴപ്പമില്ല, ശബ്ദം ഔറത്തല്ല. ശഹ്വത്തുകളും വികാരങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഉസ്താദല്ലേ എന്ന് കരുതിയിട്ട് കാണാനോ, ഉസ്താദിനെ അങ്ങോട്ട് നോക്കാനോ, ഉസ്താദിനെ ഇങ്ങോട്ട് നോക്കാനോ പാടില്ല. സാഹചര്യം സാന്ദർഭികമായിട്ട് പറയട്ടെ, സലാം പറയല്, സ്ത്രീകള് അന്യപുരുഷന്മാരോട് സലാം പറയാൻ പാടില്ല. അങ്ങനെ അന്യപുരുഷന്മാരോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാര് മടക്കാനും പാടില്ല. മടക്കൽ കറാഹത്താണ്. ഒരു സ്ത്രീ ഒറ്റക്കാണ് ഒരു അന്യപുരുഷനോട് സലാം പറയുന്നതെങ്കിൽ അവൾ സലാം പറയൽ നിഷിദ്ധമാണ്, ഹറാമാണ്. പുരുഷൻ മടക്കൽ അതും ഹറാമാണ്. ഇനി പുരുഷൻ അങ്ങോട്ട് സലാം പറയുകയാണെങ്കിൽ അവള് മടക്കലും ഹറാമാണ്, പുരുഷൻ സലാം പറയലും കറാഹത്തുമാണ്. ഇവിടെയും പലപ്പോഴും അതൊക്കെ അന്യ പുരുഷന്മാരെന്ന് പറഞ്ഞ് ഉസ്താദുമാരൊന്നും പെടില്ല, അയൽവാസികളൊന്നും പെടില്ല, കുടുംബങ്ങളൊന്നും പെടില്ല എന്നൊക്കെ ഒരു ധാരണ. അങ്ങനെയൊന്നുമില്ല. കാണാനും തൊടാനും പറ്റാത്ത ആളുകളൊക്കെ അന്യരാണ്. അത് ഉസ്താദായാലും വേണ്ടില്ല, മാഷായാലും ടീച്ചറായാലും അധ്യാപകനായാലും കുടുംബക്കാരനായാലും അല്ലെങ്കിലും കാണാനും തൊടാനും പറ്റാത്ത ആളുകളാണോ, മഹ്റമല്ലാത്തവരാണോ, ഭർത്താവല്ലാത്തവരാണോ സലാം പറയാൻ പാടില്ല. ഒറ്റക്കൊക്കെ ആവുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് പരക്കെ സലാം പറയല. ചെറിയ കുട്ടികൾ മദ്രസയും വിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഉസ്താദേ അസ്സലാമു അലൈക്കും പറയും. അതുപോലെ വലിയ വലിയ സ്ത്രീകൾ തന്നെ, കുട്ടികളല്ല, കാണുമ്പോഴൊക്കെ സലാം പറയാ. വീട്ടിലേക്ക് കയറി വരുമ്പോ സമ്മതം ചോദിക്കുന്ന സലാം പറയലുണ്ട്. അതല്ല പറയുന്നത്, അതൊരു പുരുഷനെ ഉദ്ദേശിച്ചിട്ടല്ല. അത് സമ്മതം ചോദിക്കാന്നുള്ള രീതിയിൽ ആ വീട്ടിൽ ആരാണ് ഉള്ളതെന്ന് അറിയാതെ എല്ലാവരോടും കൂടെ പരക്കെ സലാം പറച്ചിലാണ്. ഒരു അന്യ പുരുഷനോട് നേരിട്ടുള്ള സലാം പറച്ചിലാണ് ഈ പറയുന്നത്. അതൊക്കെ അങ്ങനെയുള്ള ശീലങ്ങളുള്ളവരൊക്കെ അത് മാറ്റണം. സലാം പറയാൻ പാടില്ല, ബാക്കിയുള്ള സംസാരങ്ങളൊക്കെ പറ്റും. അങ്ങനെ ഒരു ന്യായം ചില ആളുകൾക്കുണ്ട്. അതിനോട് സംസാരിക്കാനൊക്കെ പറ്റും, കാണാനും നോക്കാനും പാടില്ല, തൊടാൻ പാടില്ല, സംസാരിക്കാൻ പറ്റും, സലാം പറയാൻ പാടില്ല. ഇതെന്ത് ന്യായമാണ്? അല്ലാഹു തആലാന്റെ നിയമം അപ്പടി അംഗീകരിക്കുക, അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതേത് വിഷയത്തിലും നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഉദാഹരണത്തിന് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കണം, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയൊന്നുമല്ല അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയോ ഒരു അന്യ സ്ത്രീക്കോ എന്നോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്നോട് തന്നെ ചോദിക്കണമല്ലോ. അതുകൊണ്ടാണ് സംസാരം അനുവദിച്ചു തന്നത്. ആ സ്ത്രീക്ക് സലാം പറയുക എന്ന് സ്ത്രീ എന്നോട് സലാം പറയേണ്ട ആവശ്യമില്ല. കാരണം സലാം പറയുക എന്നത് എന്നോടുള്ള സംസാരമല്ല, എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോടുള്ള സംസാരമാണ്, ദുആണ്. അതെന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് അഭിമുഖമായിട്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ പറയേണ്ട കാര്യമില്ല. ആ സലാം പറയൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന നേട്ടം അന്യ പുരുഷനാകുന്ന എന്നോട് നേരിട്ട് അഭിമുഖമായിട്ട് സംസാരിക്കാതെ തന്നെ ആ സ്ത്രീക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, അള്ളാഹു ഈ വ്യക്തിക്ക് നീ സലാമത്ത് കൊടുക്കുക, റഹ്മത്ത് കൊടുക്കുക, മഗ്ഫിറത്ത് കൊടുക്കുക എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാലോ. അതെന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. അപ്പൊ ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്
ഉസ്താദിനോട് ചോദിക്കാം. അത് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല പറഞ്ഞാൽ അള്ളാഹു തആല അറിയില്ല എന്ന അർത്ഥത്തിനല്ല, സാധാരണഗതിയിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പാഠഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടായി ഒരു സ്ത്രീക്ക്, അത് പടച്ചോനെ എനിക്ക് ഉസ്താദ് പറഞ്ഞ മനസ്സിലായില്ല, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചിരിക്കുക എന്ന് പറയുന്നതിന്റെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അത് ഉസ്താദിനോട് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഉസ്താദിനോട് സലാം പറയേണ്ട ആവശ്യമില്ല. ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യലാണ് സലാം പറയല്. അത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉസ്താദ് കേൾക്കാതെ ദുആ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും ആരും കണ്ടെത്തരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കാണലും ഇടകലരലും അതിലൂടെ ഫാഹിഷത്തുകളിലേക്ക്, വ്യഭിചാരങ്ങളിലേക്ക്, വ്യഭിചാരാരോപണങ്ങളിലേക്ക്, വ്യഭിചാരത്തിന്റെ മുന്നോടിയായിട്ടുള്ള വിഷയങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യങ്ങളെ മുഴുവനും അല്ലാഹു തആല മുളയിലെ നുള്ളിക്കളയുകയാണ്. അതിന്റെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. സാഹചര്യങ്ങളെ കൊണ്ടാണല്ലോ പഴിച്ചു പോവുക. ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല അവനിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.